ഇന്ന് എൻ്റെ ഫ്രണ്ട് അനു എന്നോട് പറഞ്ഞു അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ഉണ്ടെന്ന്. അപ്പോൾ ഞാനും അനുവും ദൃശ്യയും കൂടി ഒരു ഓട്ടോ വിളിച്ച് അവിടെ ഉത്സവം കാണാൻ പോയി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഉത്സവം ഇത്ര അടുത്ത് കാണുന്നത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, എന്നാലും അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അവിടെ ചെന്നപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ അത്. 3 ആനയുടെ ഉത്സവമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ചെണ്ടമേളക്കാരും വാദ്യമേളക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ആനേനെ കാണാനായിട്ട് പോയി നിന്നു. ആനയുടെ മുകളിൽ കയറി നിന്നിട്ട് 2 പേര് വെള്ള കളറിലും വെഞ്ചാമര ഇങ്ങനെ വീശുന്നുണ്ട്. താഴെ ചെണ്ടമേളം നടക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതിൻ്റെ പുറകിൽ വട്ടത്തിലൊരു കറുത്ത കളറിൽ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആ അമ്പലത്തിൽ വലിയൊരു മാവുണ്ടായിരുന്നു. അമ്പലത്തിലെ മാവിലെ മാങ്ങയൊക്കെ ആരായിരിക്കും അവർ എടുക്കുന്നത്? ഞാനങ്ങനെ കുറച്ച് നേരം ആ മാവിൽ നോക്കി നിന്നു. അതിലാണെങ്കിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര ചൂടായിരുന്നു, നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തണുപ്പുള്ള എങ്ങോട്ടെങ്കിലും പതുക്കെ ഒന്ന് നീങ്ങാമെന്ന് കരുതി ദൃശ്യാനും അവിടെ തണുപ്പ് നോക്കി ഒരു ആൽമരത്തിനടുത്തേക്ക് പതുക്കെ നടന്നു പോയി. ഞാൻ അവരുടെ പുറകെ പോകുമ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാർ ദീപം കൊളുത്തുന്നത് കണ്ടു. അപ്പം ഞാൻ ദീപം കൊളുത്തുന്നത് കാണാനായിട്ട് അങ്ങോട്ട് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ദീപം കൊളുത്തുന്നത് കാണാനായിട്ട്. എനിക്കത് കണ്ടപ്പോൾ അനന്തഭദ്ര സിനിമയിലെ പൃഥ്വിരാജ് പറയുന്ന ഡയലോഗാണ് ഓർമ്മ വന്നത്. ഈ വിളക്കുകൾ പരസ്പരം എന്തോ സംസാരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ? അങ്ങനെ ഞാനതും കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അന്നദാനം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അനുവും ദൃശ്യം ആ കുട്ടിയോട് പോയി ചോദിച്ചു. പക്ഷേ അവിടെ അന്നദാനമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഉച്ചയ്ക്കായിരുന്നു തോന്നുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അവിടെ നേരെ കടകളിലൊക്കെ കയറി കുറച്ച് കമ്മലും വളകളും മാലകളൊക്കെ ചുമ്മാ നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. അതിങ്ങനെ കുറച്ച് നേരം കറങ്ങി നടന്നു. അപ്പോൾ അവിടെ കുറച്ച് ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു. ഞാനതിൽ ചവിട്ടിയില്ല, ഞാനതിലറിയാതെ ചവിട്ടാൻ പോയി. അപ്പോൾ അനു പറയുന്നുണ്ട് ആനപ്പിണ്ടത്തിൽ അറിയാതെ ചവിട്ടിയാൽ മുടി വളരത്രേ. സത്യമാണോ അതൊക്കെ? അതും പറഞ്ഞ് ദൃശ്യം അവളെ കളിയാക്കി, നിൻ്റെ ഒരു അന്ധവിശ്വാസങ്ങളെന്ന്. ഞാനും കൂടെ കൂടി. പിന്നെ അവൾ കുറച്ച് വളകളൊക്കെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോയി. പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ ഫേവറേറ്റ് ഉള്ളിവട കണ്ടു. അപ്പോൾ പിന്നെ അതുകൂടി കഴിക്കാൻ വിചാരിച്ചു. അതുകൂടി കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് പിന്നെ നിലാവ് നോക്കി കുറച്ച് നേരം ഇരുന്നു. അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ. ടാറ്റാ.